എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അതിലുപരി നിങ്ങൾക്കത് ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് നിങ്ങളുടെ കമൻസ് കണ്ടപ്പോൾ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. എല്ലാവരും ക്ലാസ് വെയിറ്റ് ചെയ്തിരിക്കുന്നു, നമ്മുടെ ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ കാണുന്നു എന്നൊക്കെ അറിയുമ്പോൾ. അപ്പം ഇന്ന് ഒരു ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നലെ പവർ പോയിൻറ്റിൻ്റെ ക്ലാസ് നോക്കിയപ്പോൾ കണ്ടതാണ്, കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ട് മിസ്സേ പെയിൻറ്റിൻ്റെ ബാക്കി ക്ലാസ് കൂടെ ചെയ്യാം, പെയിൻറ്റിൻ്റെ ബാക്കി ക്ലാസ് കൂടെ ചെയ്യണമെന്ന്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പെയിൻറ്റിൻ്റെ ബാക്കി ക്ലാസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു യുവർ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതിലുപരി നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ പറയുന്നത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് പെയിൻറ്റിൻ്റെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് പെയിന്റിന്റെ ബാക്കി ക്ലാസ് ആണ്. അതായത് രണ്ടാമത്തെ ക്ലാസ് ആണ് പറയാൻ പോകുന്നത്. അപ്പൊ ഒരുപാട് പേര് നമ്മുടെ ക്ലാസ് കണ്ടിട്ട് അതൊക്കെ ചെയ്തു നോക്കി, എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ രണ്ടാമത്തെ പാർട്ടിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് ഒരുപാട് പേരുടെ കമന്റ് കണ്ടു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ ക്ലാസ് പെയിന്റിനെ പറ്റിയാണ്. എങ്ങനെയാണ് ഈ ഒരു പെയിന്റ് ഓപ്പൺ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ പെയിന്റ് ഓപ്പൺ ചെയ്യുന്നതൊക്കെ നമ്മുടെ ക്ലാസ് കാണുന്നവർക്കൊക്കെ അറിയാം. പുതിയതായിട്ട് നമ്മുടെ ക്ലാസ് കാണുന്നവർക്ക് വേണ്ടിയാണ് പറയുന്നത്. പെയിന്റ് ഓപ്പൺ ചെയ്യാനായിട്ട് നമ്മുടെ ഇപ്പൊ ഏത് സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, നമുക്കത് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഈ ഒരു സ്റ്റാർട്ട് ബട്ടണിലാണ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇത് വിൻഡോസ് 11 ആയതുകൊണ്ട് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത് കുറച്ച് സെൻട്രൽ ആയിട്ട് വരും. നമ്മൾ ഈ കാണുന്ന ഈ ഒരു ബോക്സ് പോലെ കാണുന്ന ഇതാണ് സ്റ്റാർട്ട് ബട്ടൺ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഏതൊരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണമെങ്കിലും നമുക്ക് ഈ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാം. പല മെത്തേഡുകളുണ്ട്. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ഈ ഒരു സ്റ്റാർട്ട് ബട്ടന്റെ മെത്തേഡ് പറയുന്നതേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സുകളൊക്കെ കാണുന്നവർക്കറിയാം, എല്ലാ മെത്തേഡ്സും അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം പുതിയതായിട്ട് കാണുന്നവര് നമ്മുടെ പഴയ ക്ലാസ് കൂടി ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പൊ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യാനായിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്റ്റാർട്ട് ബട്ടണിലോട്ട് മൗസ് വെച്ചു, ഇതിന്റെ ഏതെങ്കിലും ഒരു പോർഷനിൽ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജാണ് വരുന്നത്. ഈ ഒരു പേജിലോട്ട് നമ്മൾ എങ്ങും ക്ലിക്ക് ചെയ്യുക പോലും വേണ്ട. നമുക്ക് ഏത് പ്രോഗ്രാം ആണോ വേണ്ടത് ജസ്റ്റ് അതിന്റെ പേരങ്ങ് ടൈപ്പ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ ജസ്റ്റ് എങ്ങും ക്ലിക്ക് ചെയ്തിട്ടില്ല. നമ്മൾ സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്തു. സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ചെയ്യുക എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ട് ബട്ടണിലോട്ട് ഇങ്ങനെ മൗസ് കൊണ്ടുവച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു സ്റ്റാർട്ട് ബട്ടൺ ഓപ്പൺ ആയി വന്നു. ഇനി നമ്മൾ ചെയ്തത് ഡയറക്റ്റ് നമുക്ക് ആവശ്യമുള്ള പ്രോഗ്രാമിന്റെ പേരങ്ങ് ടൈപ്പ് ചെയ്യുവാണ്. ഇപ്പൊ നമ്മൾ ഇവിടെ പെയിന്റ് ആണ് ഓപ്പൺ ചെയ്യുന്നത്. സോ ഡയറക്റ്റ് ഞാൻ പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്തപ്പോ തന്നെ തൊട്ട് താഴെ നമുക്ക് പെയിന്റിന്റെ പ്രോഗ്രാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ അതിനെ സെലക്ട് ചെയ്യാൻ പോവാണ്. കാരണം അത് ഓപ്പൺ ആകണമെങ്കിൽ നമ്മൾ അതിനെ സെലക്ട് ചെയ്യണം. അപ്പൊ പെയിന്റ് എന്ന് പറയുമ്പോൾ ഇവിടെ മുതൽ ഇത്രയും ഉണ്ട്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക. പിന്നെ പൊസിഷനിൽ വെക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം അതായത് നമുക്കിങ്ങനെ മൗസ് വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, അതിന്റെ ചുറ്റും നമുക്കൊരു ബോക്സ് പോലെ കാണാൻ പറ്റും. അപ്പൊ ആ ഒരു ബോക്സിന്റെ എവിടെയെങ്കിലും മൗസ് വെച്ചാൽ മതി. ഇപ്പൊ നമ്മൾ ഈ പെയിന്റ് നോക്കിക്കഴിഞ്ഞപ്പോ ഇവിടെ മുതൽ ഇത്രയുമാണ് ഇതിന്റെ ലെങ്ത് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പെയിന്റിന്റെ പേജ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നിപ്പോ നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് പെയിന്റിനകത്തോട്ട് ഒരു പിക്ചറിനെ കൊണ്ടുവന്നിട്ട് അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ചധികം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഇമേജിനെ റീസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഓരോ ആപ്ലിക്കേഷൻസ് ഒക്കെ അയക്കുമ്പോൾ അവർ പറയും ഇന്ന സ്പെസിഫിക്കേഷനിൽ മാത്രമേ അപ്ലോഡ് ചെയ്യാവൂ. അതായത് 150x200. നമ്മളിപ്പോ PSCയിൽ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യുവാണെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും അവരൊരു ഡയമെൻഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡയമെൻഷനിൽ മാത്രമേ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ പറയുന്ന കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമുക്ക് എങ്ങനെയാണ് ഒരു പിക്ചറിനെ MS പെയിന്റിലോട്ട് കൊണ്ടുവരുന്നത്. അതിനുശേഷം ഇതിനകത്തുള്ള കുറച്ച് ടൂൾസ് ഒക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനകത്ത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അപ്പൊ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. എല്ലാം കൂടെ നമ്മൾ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം നമുക്ക് അത്രയ്ക്കും ഓർത്തിരിക്കാൻ പ്രയാസമാണ്. അതേസമയം നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിക്കുവാണെങ്കിൽ നമുക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് ആണ്, നമ്മളത് മറന്നു പോകത്തുമില്ല. അപ്പം നമുക്ക് നോക്കാം എങ്ങനെ ഒരു പിക്ചറിനെ ഓപ്പൺ ചെയ്യാമെന്ന്. അപ്പൊ ഏതൊരു സോഫ്റ്റ്വെയർ ആയിക്കോട്ടെ, അതായത് കൂടുതൽ സോഫ്റ്റ്വെയറുകൾ, നമ്മൾ വിൻഡോസിലുള്ള മിക്ക സോഫ്റ്റ്വെയറുകളിലും നമ്മൾ ഇങ്ങനെയാണ് ഒരു പിക്ചറിനെ ഓപ്പൺ ചെയ്യുന്നത്. അതായത് ഒരു പിക്ചർ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു ഫയൽ ആയിക്കോട്ടെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്.
അപ്പൊ MS പെയിന്റില് എങ്ങനെയാണ് നമുക്കൊരു പിക്ചറിനെ ഓപ്പൺ ചെയ്യുന്നത് നോക്കാം. ഒരു പിക്ചറിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻ ഇരിക്കുന്നത് ഈ ഒരു ഫയൽ മെനുവിലാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഫയൽ മെനു ഓപ്പൺ ചെയ്യണം. അപ്പൊ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് ഫയൽ എന്ന് പറയുന്നതിന്റെ ഏതെങ്കിലും ഒരു പൊസിഷനിൽ മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ഈ ഫയൽ മെനു ഓപ്പൺ ആയി വന്നു. അതായത് ഫയൽ മെനുവിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നമുക്ക് കാണണമെങ്കിൽ ആ ഒരു ഫയൽ മെനു ഓപ്പൺ ചെയ്യണം. അപ്പൊ ഫയൽ മെനു ഓപ്പൺ ചെയ്യുന്നത് ജസ്റ്റ് ഇങ്ങനെ ഫയൽ എന്ന് പറയുന്ന ആ ഒരു ആൽഫബറ്റ്സിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഫയലിനകത്തുള്ള ഓപ്ഷൻസ് എല്ലാം നമുക്ക് താഴോട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് വൺ ന്യൂ ഉണ്ട്, അതുപോലെ തന്നെ ഓപ്പൺ ഉണ്ട്, ഇമ്പോർട്ട് ടു ക്യാൻവാസ് ഉണ്ട്, റീസെന്റ്, സേവ്, സേവസ്, പ്രിന്റ്, സെൻഡ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റി. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ഏത് ഓപ്ഷൻ ആണ് സെലക്ട് ചെയ്യേണ്ടത്. നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടി. അതായത് നമുക്കൊരു പിക്ചറിനെ MS പെയിന്റിലോട്ട് ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. സോ നമ്മൾ ഇതിനകത്ത് ഈ ഓപ്പൺ എന്നുള്ളതാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പൊ ഓപ്പൺ എന്നുള്ളത് സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമ്മുടെ സിസ്റ്റത്തിന്റെ ഒരു കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പേജിലോട്ടാണ് പോയിരിക്കുന്നത്. അതായത് സിസ്റ്റത്തിന്റെ ഫോൾഡറുകളൊക്കെ നമുക്ക് ഇങ്ങനെ സൈഡിൽ കാണാൻ പറ്റും. അപ്പൊ ഇനിയും ചെയ്യേണ്ടത് നമ്മുടെ ഫയൽ എവിടാണോ കിടക്കുന്നത്, അതായത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന നമ്മുടെ ആ ഒരു ഫോട്ടോ കമ്പ്യൂട്ടറിനകത്ത് ഏത് ഫോൾഡറിലാണ് കിടക്കുന്നത് എന്ന് നമ്മൾ സെലക്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ആ ഒരു ഫോൾഡറിലുള്ള ഫയലുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റൂ. ഇപ്പൊ നമ്മുടെ ഫോട്ടോസ് ഒക്കെ കിടക്കുന്നത് ഗാലറി ആണെങ്കിൽ സൈഡിൽ കിടക്കുന്ന ഗാലറി എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഓർത്തോണം മൗസ് അതിലോട്ട് വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഞാൻ ഗാലറി ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ ഗാലറിയിലുള്ള കുറെ പിക്ചേഴ്സ് കാണാം. പക്ഷെ ഞാൻ ഇപ്പം ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഡെസ്ക്ടോപ്പിലാണ് കിടക്കുന്നത്. സോ നമുക്ക് ഈ സൈഡിൽ നിന്നും ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്യാം. അപ്പൊ ഡെസ്ക്ടോപ്പിലോട്ട് മൗസ് വെച്ചു. അതായത് ഇത്രയും ലെങ്ത് ഉണ്ട് ഡെസ്ക്ടോപ്പ്. അപ്പൊ ഇതിന്റെ എവിടെങ്കിലും ജസ്റ്റ് മൗസ് വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം ഡെസ്ക്ടോപ്പിലുള്ള ഇമേജസ് ആണ് നമുക്ക് ഈ കാണാൻ പറ്റുന്നത്. അപ്പൊ 2 ഇമേജസ് ഡെസ്ക്ടോപ്പിലുണ്ട്. അപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ എന്ന് പറയുന്നത് ഈ ഫസ്റ്റ് വൺ ആണ്. സോ നമ്മൾ എപ്പോഴും പറയും കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാലും മെഷീനാണ്. നമ്മൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നോ അത് മാത്രമേ ആ കമ്പ്യൂട്ടർ ചെയ്യത്തുള്ളൂ. അല്ലാതെ അതിന് സ്വയമേ ചെയ്യാനുള്ള ഒരു കഴിവുമില്ല. അപ്പൊ നമ്മൾ പറഞ്ഞു കൊടുക്കണം എനിക്ക് ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന ഈ ഒരു പിക്ചർ ആണ് ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പോ ഈ ഒരു പിക്ചർ എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മൗസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ ജസ്റ്റ് മൗസ് ഉപയോഗിച്ച് അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പൊ അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്തപ്പം അത് സെലക്ട് ആയി. ഇനി ഇപ്പൊ സിസ്റ്റത്തിന് മനസ്സിലായി ഈ ഒരു പിക്ചറിനെ സെലക്ട് ചെയ്തു. അപ്പൊ സെലക്ട് ചെയ്ത പിക്ചറിനെ നമുക്ക് എന്താ ചെയ്യേണ്ടത് അത് നമ്മള് മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നമുക്കറിയാം താഴെ 2 ഓപ്ഷൻ ഉണ്ട്. ഫസ്റ്റ് വൺ ഓപ്പൺ, സെക്കൻഡ് വൺ ക്യാൻസൽ. അപ്പൊ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്. ഈ പിക്ചറിനെ നമുക്ക് ഓപ്പൺ ചെയ്യുകയാണ് വേണ്ടത്. അപ്പൊ ഇതിൽ ഈ ഓപ്പൺ എന്ന് കാണുന്നതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞ ഉടനെ ആ ഒരു പിക്ചർ MS പെയിന്റിൽ ഓപ്പൺ ആയി വന്നു. അപ്പൊ ഈ സെയിം പ്രൊസീജിയർ തന്നെയാണ് MS പെയിന്റിലാണെങ്കിലും MS വേർഡിലാണെങ്കിലും MS എക്സലിലാണെങ്കിലും പവർ പോയിന്റിലാണെങ്കിലും ഏതൊരു സോഫ്റ്റ്വെയറിലാണെങ്കിലും നമ്മൾ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുന്ന പ്രൊസീജിയർ ഇതാണ്. ഇപ്പൊ ഞാൻ പിക്ചർ ആയതുകൊണ്ട് പിക്ചർ സെലക്ട് ചെയ്തതേ ഉള്ളൂ. അതനുസരിച്ച് നമ്മൾ മറ്റേതെങ്കിലും ഫയൽ ആണെങ്കിൽ മറ്റു ഫയലിനെ സെലക്ട് ചെയ്യുന്നു. പ്രൊസീജിയർ സെയിം ആണ്. അതിനകത്ത് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് നമുക്ക് ഈ ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുന്നതെന്ന്. അപ്പൊ നമുക്കൊരു ഫയലിനെ ഓപ്പൺ ചെയ്യണമെങ്കിൽ ആ ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷൻ ഈ ഒരു ഫയൽ മെനുവിലാണ് ഉള്ളത്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഈ ഒരു ഫയൽ മെനു സെലക്ട് ചെയ്യണം. അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ ഫയലിലോട്ട് മൗസ് വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്തുള്ള ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാം. അപ്പൊ അത് കണ്ടപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ഏത് ഓപ്ഷനാണ് വേണ്ടത്. ഓപ്പൺ എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ ഈ ഓപ്പൺ എന്ന് പറയുന്നതിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് ഇങ്ങനെ ഒരു പേജ് ആയിരിക്കും വരുന്നത്. അപ്പൊ നമ്മുടെ ഫയൽ എവിടാണ് കിടക്കുന്നതെന്ന് നമുക്കറിയാം. അപ്പം ആ ഒരു ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിനകത്തുള്ള ഫയൽസ് ഒക്കെ നമുക്ക് ഇവിടെ
കാണാൻ പറ്റൂ. അതിനുശേഷം അതിനെ നമുക്ക് സെലക്ട് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന പിക്ചർ ഡെസ്ക് ടോപ്പിലാണ് കിടക്കുന്നത്. സോ നമ്മൾ എന്ത് ചെയ്യണം, ആ ഡെസ്ക് ടോപ്പ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ പറഞ്ഞു കൊടുക്കുവാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഫയൽ ഡെസ്ക് ടോപ്പിലാണ്. അപ്പൊ ഡെസ്ക് ടോപ്പ് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തപ്പം ഡെസ്ക് ടോപ്പിലുള്ള ഫയലുകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിനുശേഷം നമ്മൾ പറയുവാണ് എനിക്ക് ഈ ഒരു പിക്ചർ മതി, ഇതാണ് ഞാൻ ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന പിക്ചർ. സോ അത് നമ്മൾ സെലക്ട് ചെയ്താണ് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പൊ മൗസ് ഉപയോഗിച്ച് ജസ്റ്റ് ഈ ഒരു പിക്ചറിന്റെ എവിടെങ്കിലും മൗസ് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തതിനു ശേഷം നമ്മൾ പറയുവാണ് നമുക്ക് ഓപ്പൺ ചെയ്യണം. അപ്പൊ നമ്മൾ മൗസ് ഉപയോഗിച്ച് ഈ ഒരു ഓപ്പൺ എന്നുള്ളത് മൗസ് കൊണ്ട് വെച്ചിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ ഇത്രയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു പിക്ചർ അവിടെ ഓപ്പൺ ആയി വന്നു. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ പിക്ചറിനെ ഓപ്പൺ ചെയ്യുന്നത്. ഇനിയിപ്പോ നമുക്ക് പിക്ചറൊക്കെ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ആ പിക്ചറിന്റെ അതിന്റെ സൈസ്, അതായത് എത്ര KB ആണ് അതിന്റെ സൈസ് എന്ന് നമുക്ക് ഈ താഴെ കാണാൻ പറ്റും. അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻ, അതിന്റെ ഹൈറ്റും അതുപോലെ തന്നെ വിഡ്ത്തും. അതായത് നമ്മളിപ്പോ ഈ ഓപ്പൺ ചെയ്തിരിക്കുന്ന പിക്ചറിന്റെ ഹൈറ്റും വിഡ്ത്തും 735 × 413 ആണ്. അപ്പൊ അതിന്റെ ഡയമെൻഷനും അതുപോലെ തന്നെ സൈസും നമുക്ക് താഴെ കാണാനായിട്ട് പറ്റും. ഇനിയിപ്പോ നമ്മൾ പിക്ചർ ഓപ്പൺ ചെയ്യുന്നത് പഠിച്ചു. ഇനിയിപ്പോ പറയാൻ പോകുന്നത് ഫസ്റ്റ് ടൂളിനെ പറ്റിയാണ്. അതായത് ഒന്നാമത്തെ ടൂൾ നമുക്ക് ഈ ഒരു ഗ്രൂപ്പിന്റെ പേര് കാണാം, സെലക്ഷൻ എന്നാണ്. അപ്പൊ ഈ സെലക്ഷൻ എന്ന് പറയുന്ന ടൂളിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൂളാണ്. നമുക്ക് എപ്പോഴും ഇതിലെ ഓരോ ടൂൾസും ആവശ്യമായി വരുന്നതാണ്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ശ്രദ്ധിച്ച് നോക്കിയിരുന്നോണേ. അപ്പൊ ഈ സെലക്ഷൻ എന്ന് പറയുന്നത് നോക്കിക്കഴിയുമ്പോൾ ഇതിന്റെ താഴെ ഒരു ഡൗൺ ആരോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതിനെ നമുക്ക് ഡ്രോപ്പ് ഡൗൺ ആരോ എന്ന് പറയാം. അതായത് അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഈ സെലക്ഷൻ ടൂളിന്റെ അകത്ത് കുറെ ഓപ്ഷൻസ് കൂടെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണണമെങ്കിൽ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ സെലക്ട് ചെയ്താൽ മാത്രമേ കാണത്തുള്ളൂ. ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോയുടെ ഉള്ളിൽ കയറി ഇങ്ങനെ പാത്തിരിക്കുവാണ്. അപ്പൊ അതിനെയൊക്കെ കാണണമെങ്കിൽ നമ്മൾ ഈ ഒരു ഡ്രോപ്പ് ഡൗൺ ആരോ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ അതേലോട്ട് മൗസ് കൊണ്ട് വെച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിവിടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു 4 ടൂൾസ് കാണാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് വൺ റെക്ടാങ്കിൾ, സെക്കൻഡ് വൺ ഫ്രീ ഫോം, തേർഡ് വൺ സെലക്ട് ഓൾ, ദെൻ ഇൻവേർട്ട് സെലക്ഷൻ, അതുപോലെ തന്നെ ട്രാൻസ്പെറന്റ് സെലക്ഷൻ, ലാസ്റ്റ് വൺ ഡിലീറ്റ്. അപ്പൊ ഇത്രയും ഓപ്ഷൻസ് നമുക്ക് അതിനകത്ത് കാണാൻ പറ്റും. ഈ ഒരു റെക്ടാങ്കിൾ എന്ന് പറയുന്ന ടൂള് സെലക്ട് ചെയ്യാൻ പോവാണ്. സെലക്ട് ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് അതിലോട്ട് കൊണ്ടുവച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. അപ്പൊ നമ്മൾ ഓൾറെഡി ഇപ്പൊ സെലക്ട് ആയിരിക്കുന്നത് റെക്ടാങ്കിൾ ടൂൾ ആണ്. ഇപ്പൊ നമുക്ക് മൗസ് നോക്കി കഴിയുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് അതിന്റെ ഐക്കൺ റെക്ടാങ്കിൾ ടൂള് സെലക്ഷൻ ആയി മാറിയിട്ടുണ്ട്. ഇനിയിപ്പൊ ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ ഈ ഒരു പിക്ചറില് ജസ്റ്റ് ഈ ഫ്ലവർ മാത്രം ഞാനൊന്ന് സെലക്ട് ചെയ്യുവാണ്. അപ്പൊ സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് മൗസ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ മൗസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് സെലക്ട് ആവത്തില്ല. അപ്പൊ അതായത് ഇത്രയും ഈ ഒരു ഫ്ലവേഴ്സ് മാത്രമുള്ള പോർഷൻ നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഇങ്ങനെ ഒരു റെക്ടാങ്കിൾ പോലെ നമ്മൾ അതിനകത്ത് ഡ്രോ ചെയ്യുക. അതായത് ഫ്ലവർ മാത്രം ഉൾക്കൊള്ളുന്ന ഭാഗം. അതിനുശേഷം മൗസിൽ നിന്ന് കൈയെടുക്കുക. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിയുമ്പം മൗസിന്റെ സിമ്പല് ഈ ഒരു റെക്ടാങ്കിളിന്റെ വെളിയിൽ ഇരിക്കുമ്പം നമ്മുടെ റെക്ടാങ്കിൾ ടൂളിന്റെ സെലക്ഷൻ ആണ്. അതേസമയം നമ്മൾ ഈ വരച്ച ബോക്സിനകത്ത് വെക്കുമ്പോൾ ഒരു എന്താ പറയാ കുരിശു പോലെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോ ഞാൻ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച ആ പിക്ചറിനെ ഒന്നിങ്ങനെ മാറ്റി വെളിയിലോട്ട് കൊണ്ടുവച്ചു. അപ്പൊ എന്താ സംഭവിച്ചത്, ഒരു പിക്ചറിലെ ഒരു പർട്ടിക്കുലർ പോർഷൻ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുക്കണമെങ്കിൽ ഈ ഒരു റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ച് സിംപ്ലി നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ അതിന് ചെയ്തത് റെക്ടാങ്കിൾ ടൂൾ ഉപയോഗിച്ച് നമുക്ക് വേണ്ട ആ ഒരു പോർഷൻ മാത്രം സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് അതിനെ ഇങ്ങനെ എടുത്ത് മൂവ് ചെയ്ത് മാറ്റി വെച്ചു. അപ്പൊ മൂവ് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാല് ഇതിന്റെ അകത്ത് നമ്മൾ മൗസ് വെച്ചാലേ ആ ഒരു കുരിശ് പോലെ കാണാൻ പറ്റൂ. നമ്മൾ ജസ്റ്റ് ഈ പിക്ചറിന്റെ വെളിയില് ആ ഒരു റെക്ടാങ്കിളിന്റെ വെളിയിലാണെങ്കിൽ മൗസ് വേറൊരു സൈൻ ആണ്. അപ്പൊ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് മൂവ് ആകത്തില്ല. ഇതിനെ നമുക്ക് എടുത്ത് ഇവിടുന്ന് വെളിയിൽ കൊണ്ടുപോയി വെക്കണമെങ്കിൽ ഇതിനകത്ത് മൗസ് വെക്കുക. മൗസ് വെക്കുമ്പോൾ മൗസിന്റെ സൈൻ ഒരു കുരിശ് പോലെ വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ റെക്ടാങ്കിളിന്റെ അകത്ത്
എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് വെച്ചാൽ മതി. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ വലിച്ചോണ്ടിങ്ങനെ പോവുക. നമുക്ക് എവിടാണോ വെക്കേണ്ടത് ആ ഒരു പൊസിഷനിൽ കൊണ്ട് വെക്കുക, മൗസിൽ നിന്ന് കൈയെടുക്കുക. അപ്പൊ നമുക്ക് വലിയൊരു പിക്ചറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം നമ്മൾ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചു. അപ്പൊ ഇത് നമുക്ക് ക്രോപ്പ് ടൂൾ ഉപയോഗിച്ചും ചെയ്യാം, പക്ഷെ നമുക്ക് കുറച്ചുകൂടി എളുപ്പം ഈ ഒരു റെക്ടാംഗിൾ സെലക്ഷൻ ഉപയോഗിച്ച് ചെയ്യുന്നതാണ്. അപ്പൊ എളുപ്പമുള്ളൊരു കാര്യമാണ്. ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് കാണിച്ചു തരാം, ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ. ആദ്യം പറഞ്ഞത് ഈ സെലക്ഷൻ എന്ന് പറയുന്നതിലെ റെക്ടാംഗിൾ ടൂളിനെ പറ്റിയാണ്. അപ്പൊ റെക്ടാംഗിൾ ടൂൾ നമുക്കൊന്ന് സെലക്ട് ചെയ്ത് നോക്കാം. സെലക്ട് ചെയ്യാന്ന് പറഞ്ഞാല് ഈ റെക്ടാംഗിൾ എന്ന് പറയുന്ന ടൂളിൽ ജസ്റ്റ് മൗസ് ഇങ്ങനെ വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നമുക്ക് ഈ ഒരു പിക്ചറിൽ നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്ത് നമുക്ക് കൊണ്ടുവെക്കാനായിട്ട് സാധിക്കും. അപ്പൊ ജസ്റ്റ് നമുക്ക് എത്രയും പോർഷൻ ആണ് വേണ്ടതെന്ന് വെച്ചാൽ അത്രയും പോർഷൻ ഇങ്ങനെ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമ്മൾ ഇങ്ങനെ റെക്ടാംഗിൾ പോലൊന്ന് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യാന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ നിരക്കുക, കണ്ടോ, മൂവ് ചെയ്യുന്ന അനുസരിച്ച് അവിടെ റെക്ടാംഗിൾ പോലെ വരും. അപ്പൊ നമ്മൾ ഈ സെലക്ട് ചെയ്ത ഇത്രയും പോർഷനെ മാത്രം നമുക്ക് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കാനായിട്ട് പറ്റും. അപ്പൊ അതിന് മാറ്റി വെക്കാൻ ചെയ്യേണ്ടത് നമ്മൾ ഈ വരച്ചു വെച്ചിരിക്കുന്ന റെക്ടാംഗിളിന്റെ അകത്ത് മൗസ് വെക്കുക. അകത്ത് എവിടെങ്കിലും വെക്കുക. അപ്പൊ എവിടെങ്കിലും വെച്ചാൽ മതി. മൗസിന്റെ സിമ്പൽ ഒരു കുരിശു സൈൻ പോലെ ആകും. ആ കുരിശു പോലത്തെ സൈൻ വന്നതിന് ശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് നമുക്ക് ഇതിനെ എടുത്ത് മാറ്റിക്കൊണ്ട് വെക്കാം. അപ്പൊ ഇനി ജസ്റ്റ് അടുത്ത ഒരു പോർഷൻ കൂടെ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിക്കാം. നമ്മൾ ഓൾറെഡി ഒരു തവണ റെക്ടാംഗിൾ ടൂൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കാണും. പിന്നെ നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ഇങ്ങനെ വരയ്ക്കാനായിട്ട് സാധിക്കും. കണ്ടോ, അപ്പൊ ഞാൻ കുറെ പിക്ചറിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു റെക്ടാംഗിൾ ടൂളിന്റെ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു പിക്ചർ ഉണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഭാഗം മാത്രം മതി. അപ്പൊ അങ്ങനെയൊക്കെ വരുന്ന സാഹചര്യത്തിൽ ഈ ഒരു ടൂൾ ഉപയോഗിച്ച് നമുക്ക് വളരെ എളുപ്പം തന്നെ ചെയ്യാനായിട്ട് സാധിക്കും. അധികം പ്രയാസമൊന്നും ഇല്ല, നമ്മൾ എളുപ്പം തന്നെയാണ് ചെയ്തത്. അപ്പം സിസ്റ്റമൊക്കെ ഉള്ളവര് ജസ്റ്റ് ഈ ഒരു ടൂളിനെ പറ്റി ഒന്ന് ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് അത് എളുപ്പമായോ എന്ന് കൂടെ പറയണേ. എല്ലാവരും ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ പെയിൻ്റൊക്കെ വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. അത്ര പ്രയാസമൊന്നും ഇല്ലാത്ത വളരെ പ്രധാനപ്പെട്ട കുറേ കാര്യം പറ്റും. അപ്പം പഠിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സിലായില്ലേ, പ്രയാസമൊന്നുമില്ല, എളുപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ക്ലാസ്സുകൾ ആവർത്തിച്ച് 2-3 തവണയൊക്കെ ഒന്ന് കാണണം. കണ്ടതിന് ശേഷം സിസ്റ്റമൊക്കെ ഉള്ളവരൊന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഇല്ലയോ എന്നുകൂടെ പറയണം. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.